ഹൈപ്പർ ടെൻഷൻ പലരിലും വലിയ രീതിയിൽ തന്നെ കാണപ്പെടുന്നുണ്ട്. അതിനും അപ്പുറമായിട്ട് ഹൈപ്പർ ടെൻഷനുള്ള 10ൽ 7 പേരിലും അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും പോലെ തന്നെ പലതരത്തിലുള്ള കിഡ്നി രോഗങ്ങൾക്കും അതേപോലെ ഡിമെൻഷ്യ കണ്ടീഷൻസിനൊക്കെ ഹൈപ്പർ ടെൻഷൻ ഒരു കാരണമാവുന്നുണ്ട്. സ്ഥിരമായിട്ടുണ്ടാവുന്ന നെഞ്ചുവേദന, ഊരവേദന, അതേപോലെ തന്നെ വലിയ രീതിയിലുള്ള ക്ഷീണം, കാഴ്ചക്കും അതേപോലെ സംസാരിക്കുമ്പോഴും ഉള്ള ബുദ്ധിമുട്ടുകൾ, വലിയ രീതിയിലുള്ള സ്ട്രെസ്സുകളെല്ലാം ചിലപ്പോൾ ഹൈപ്പർ ടെൻഷൻ മൂലമായിരിക്കാം. ഡാഷ് ഡയറ്റ് പ്ലാൻ പോലെയുള്ള ഡയറ്റ് പ്ലാനുകൾ ഫോളോ ചെയ്യുക എന്നുള്ളത് ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. അതേപോലെ സോഡിയം, സാൾട്ട് കണ്ടന്റുകൾ വരുന്ന ഭക്ഷണങ്ങൾ മാക്സിമം കുറക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഉറക്കവും ചെറിയ രീതിയിലുള്ള അമൗണ്ട് ഓഫ് ആൽക്കഹോൾ തന്നെ നമുക്ക് വലിയ രീതിയിലുള്ള ബ്ലഡ് പ്രഷറിൽ ചേഞ്ചസ് ഉണ്ടാക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മദ്യപാനം, പുകവലിയും ഒക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഈ സ്ട്രെസ് മാനേജ് ചെയ്യാൻ വേണ്ടി നല്ല രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്യുക, എക്സസൈസുകൾ ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹൈപ്പർ ടെൻഷനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും.